ഹലോ, നിങ്ങൾ എപ്പോഴും പലപ്പോഴും കേട്ടിട്ടുണ്ടായിരിക്കുന്ന ഒരു വാക്കാണ് ഇമ്പാക്റ്റ്. എന്താണ് ഇമ്പാക്റ്റ്? ചലനാത്മകമായ കാര്യങ്ങൾ, ഇമ്പാക്റ്റ്ഫുൾ എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ ഇവിടെ ഞാൻ രണ്ട് കാര്യങ്ങളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുകയാണ്. വൺ ഈസ് പ്രൊഡക്റ്റ് ആൻഡ് വൺ ഈസ് സർവീസ്. ഒരു പ്രൊഡക്റ്റോ അതല്ലെങ്കിൽ ഒരു സർവീസോ, നിങ്ങളുടെ സേവനമോ നിങ്ങളുടെ ഉൽപ്പന്നമോ, ഇതെന്ത് തന്നെ ആയിക്കോട്ടെ, ഇത് മാർക്കറ്റിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ മാത്രമേ അതിന് ഡിമാൻഡ് ഉള്ളൂ. അപ്പോൾ ഈ ഇമ്പാക്റ്റ് നിർണ്ണയിക്കാനുള്ള മാർഗം എന്താണ്? ഇറ്റ് ഷുഡ് ബി വിസിബിൾ. ഇത് കാണാൻ പറ്റണം. ഈ കാണാൻ പറ്റൽ നിർബന്ധമാണ്. അപ്പോ നമ്മൾ ഹിയറിംഗ് ആണോ റീഡിംഗ് ആണോ നോ എബൌട്ട് ആണോ? നമ്മളൊരു കാര്യത്തെ സംബന്ധിച്ച് കേട്ടാൽ ഇഷ്ടപ്പെടില്ല, നമ്മൾ വായിച്ചാൽ ഇഷ്ടപ്പെടില്ല. നമുക്ക് ഇഷ്ടപ്പെടണമെങ്കിൽ ഇറ്റ് ഷുഡ് ബി വിസിബിൾ. നമ്മൾ കണ്ടേ മതിയാവൂ. അപ്പോ കണ്ട് ഇഷ്ടപ്പെടുന്ന ഒരു സംഭവം നമ്മൾ എന്ത് ചെയ്യും? സ്വീകരിക്കും, അക്സെപ്റ്റ് ചെയ്യും. അതാണ് നമ്മളെ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന കാര്യം. അപ്പോൾ ഒരു കാര്യം നമ്മൾ ഇമ്പാക്റ്റ്ഫുൾ ആക്കണമെങ്കിൽ അത് നമ്മൾ കാണാൻ പറ്റണം. ഇനി കോസ്മെറ്റിക് വർക്ക്, അതായത് പല്ലിൽ ഭംഗി കൂട്ടാൻ ഉപയോഗിക്കുന്ന പല കാര്യങ്ങളും നിങ്ങൾക്കറിയാം. കോസ്മെറ്റിക് റീഹാബിലിറ്റേഷൻസ്, പല്ലിന്റെ ക്ലിപ്പ് ഇടാതെ തന്നെ പല്ല് കറക്റ്റ് ചെയ്യുന്ന മാർഗം, ക്ലിപ്പ് ഇട്ട് പല്ല് കറക്റ്റ് ചെയ്യാവുന്ന മാർഗം, ഭംഗിയായിട്ട് പല്ല് അടക്കുന്ന മാർഗം, പല്ലിനെ വൈറ്റനിങ് ചെയ്യുന്ന മാർഗം, പല്ല് ഭംഗി കൂട്ടുന്ന മാർഗം, ഇതെല്ലാം എന്താണ്? ഇതെല്ലാം കാണാൻ പറ്റുന്നതാണ്, ഇതെല്ലാം വിസിബിൾ ആണ്. പക്ഷേ ഒരു രോഗിയുടെ കംപ്ലൈന്റ്, പല്ലുവേദന ആവട്ടെ, തലവേദന ആവട്ടെ, ജോയിന്റ് പെയിൻ ആവട്ടെ, ആ വേദന എന്താണ്? ഇൻവിസിബിൾ ആണ്, കാണാൻ പറ്റില്ല. അപ്പൊ ഏതാണ് കൂടുതൽ ജനത്തിന് ഇമ്പാക്റ്റ്ഫുൾ എന്ന് പറയാൻ? കാണാൻ പറ്റുന്ന ഒന്നാണ്. കാണാൻ കഴിയുന്നത് നമ്മൾ എന്ത് ചെയ്യുള്ളൂ? നമ്മൾ ഇഷ്ടപ്പെടുകയുള്ളൂ. അപ്പൊ ഇമ്പാക്റ്റ്ഫുൾ എന്ന് പറയണമെങ്കിൽ അത് കാണാൻ പറ്റണം. ഉദാഹരണത്തിന്, നമ്മൾ ഇഷ്ടപ്പെട്ടാൽ നമ്മളത് എന്ത് ചെയ്യും? അക്സെപ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ ലൈക്കബിൾ ചെയ്യും, നമ്മൾ ഇഷ്ടപ്പെടും. ഇനി ഇഷ്ടപ്പെടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? കാണണം. കണ്ടതേ നമ്മൾ ഇഷ്ടപ്പെടുകയുള്ളൂ, കണ്ടതേ നമ്മൾ വാങ്ങിക്കുകയുള്ളൂ, കണ്ടതേ നമ്മൾ സ്വീകരിക്കുകയുള്ളൂ. ഉദാഹരണത്തിന്, നിങ്ങൾ ഒരാളെ നിങ്ങൾ കാണുന്നു, കണ്ട് ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ നമ്മൾ ആ ആളോട് നമ്മൾ എന്ത് ചെയ്യില്ല? സംസാരിക്കില്ല. അപ്പൊ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ലൈക്ക് ആണെങ്കിൽ മാത്രമേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ? സംസാരിക്കുകയുള്ളൂ. സംസാരിച്ചെങ്കിൽ മാത്രമേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ? അയാളെ സ്വീകരിക്കുകയുള്ളൂ, അയാൾ പറഞ്ഞത് അംഗീകരിക്കുകയുള്ളൂ, അയാൾ പറഞ്ഞത് ശ്രദ്ധിക്കുകയുള്ളൂ. അപ്പോ വിഷനും ഹിയറിങ്ങും, ഇതിനകത്ത് വിഷനാണ് ഏറ്റവും പ്രത്യേകത. നമ്മളൊരാൾ ഇഷ്ടപ്പെടണമെങ്കിൽ നമ്മൾ അയാൾ എന്ത് ചെയ്യണം? കാണണം. അതല്ലെങ്കിൽ നമ്മളത് സ്വീകരിക്കില്ല. ദാറ്റ് വിൽ കെപ്റ്റ് ആസ് എ ബെസ്റ്റ് കെപ്റ്റ് സീക്രട്ട് ഇൻ ദ വേൾഡ്. വളരെ നല്ല രഹസ്യമായി സൂക്ഷിക്കുന്ന ഒരു സർവീസോ പ്രൊഡക്റ്റ് ആയിട്ടോ അത് മാറും. അവിടെയാണ് നമ്മൾ ഇമ്പാക്റ്റ്ഫുൾ ആയിരിക്കണം, ചലനാത്മകമായിരിക്കണം എന്ന് പറയുന്നത്. ഇനി ഈ ചലനാത്മകമാണെങ്കിൽ എന്ത് വേണം? വി ഹാവ് ടു ട്രസ്റ്റ്. നമുക്ക് വിശ്വാസയോഗ്യമാകണം. വിശ്വാസയോഗ്യമാണെങ്കിൽ മാത്രമേ നമ്മൾ എന്ത് ചെയ്യുന്നുള്ളൂ? നമ്മൾ അതിന് ക്രെഡിറ്റ് കൊടുക്കുന്നുള്ളൂ. ഈ വിശ്വാസയോഗ്യതമാകണമെങ്കിൽ നമുക്ക് എന്ത് വേണം? വിൽ ഗെറ്റ് എഡ്യൂക്കേഷൻ. നമുക്ക് അറിവ് കിട്ടണം, നമുക്ക് ഇൻഫർമേഷൻ കിട്ടണം, നമുക്ക് അറിവ് കിട്ടണം, നമുക്ക് വിസ്ഡം കിട്ടണം. എന്തെല്ലാം ചെയ്യണ്ട എന്ന് അറിയുന്നതിലും പകരം എന്തെല്ലാം ചെയ്യണം എന്നറിയുന്നതും പോലെ എന്തെല്ലാം ചെയ്യണ്ട എന്ന് നമുക്ക് അറിയണം. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ വി വിൽ റെസ്പെക്ട് ദം. നമ്മൾ അവരെ റെസ്പെക്ട് ചെയ്യണം. അപ്പൊ എന്താണ് റെസ്പെക്ട്നെസിന്റെ ആധാരണം? വിഷനാണ്. കണ്ടുക ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രമേ അത് റെസ്പെക്റ്റിൽ എത്തിപ്പോകുന്നുള്ളൂ. ഈ റെസ്പെക്റ്റിനകത്ത് വേസ്റ്റ് ആണ് നമ്മൾ ഓരോ സാധനങ്ങളും ആളുകൾ സ്വീകരിക്കുന്നതോ ആളുകൾ വാങ്ങുന്നത്. അപ്പോ യു ബൈ ബേസ്ഡ് ഓൺ റെസ്പെക്ട്. ഒരു സാധനമായിട്ടോ
വാങ്ങുന്നതാവട്ടെ, ഒരു സർവീസ് അക്സെപ്റ്റ് ചെയ്യുന്നതാവട്ടെ, നമ്മൾ എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? നമ്മൾ അവരെ കാഴ്ചയിൽ ഇഷ്ടപ്പെടുന്നതാണ്. അപ്പൊ ഇമ്പാക്ട് ഈസ് directly proportional to vision, no other means. Thank you all. I'm Dr. Ali Alimbra's Dental Clinic, Melatur. Thank you.